സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേൾക്കുന്നു വന്ന നിന്റെ ആസനെ സന്നിധി ചേർക്കൂ. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേൾക്കുന്നു വന്ന നിന്റെ ആസനെ സന്നിധി ചേർക്കൂ. മണ്ണിതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, മണ്ണിതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം കാരുണ്യം സർവം പൊറുകണേ നാഥാവിന്റെ കാരുണ്യം മണവറ്റല്ലോ. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേൾക്കുന്നു വന്ന നിന്റെ ആസനെ സന്നിധി ചേർക്കൂ. മുട്ടുവിൻ വാതിൽ തുറക്കും എന്ന് നേരായരുൾ ചെയ്ത നാഥ, മുട്ടുവിൻ വാതിൽ തുറക്കും എന്ന് നേരായരുൾ ചെയ്ത നാഥ, നിൻ ദിവ്യസന്നിധി നിന്ദിവ്യസന്നിധി ചേരാദാസം സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേൾക്കുന്നു വന്ന നിന്റെ ആസനെ സന്നിധി ചേർക്കൂ. നിൻ വിളി കേൾക്കുന്നു വന്ന നിന്റെ ആസനെ സന്നിധി ചേർക്കൂ.
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിനു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസിനെ ആത്മാർക്ക് തമ്പുരാനും മനോളത്താലെ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, മരിച്ചവരുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ ദൈവാനുഗ്രഹത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാനിടയാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ച വിശ്വാസികൾക്ക് ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോത്താലെ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. നിത്യപിതാവേ, കർത്താവിന്റെ ബലഹീനാത്മനെ കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിനു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ച വിശ്വാസിലെ ആത്മാക്ക് തമ്പുരാനും മനോളത്താലെ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശ്വരന്റെ വലുതിരാത്ത തിരുസേനയെ കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ ദൈവാനുഗ്രഹത്താൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാനിടയാകട്ടെ. പിതാവേ, കർത്താവിന്റെ ബലഹീനാത്മനെ കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയായിരിക്കണമേ. കർത്താവെ, അവർക്ക് നിത്യാശ്വാസം കൊടുക്കണമേ. നിത്യോട്ട് അവരിൽ പ്രകാശിക്കട്ടെ. സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ.
മരണവേദന അനുഭവിച്ച ഈശോയുടെ ഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മളിൽ നിന്ന് ഇഹലോകവാസം പിടിഞ്ഞ് പരലോകത്തിലേക്ക് യാത്രയായ നമ്മുടെ ചേട്ടന്റെ ഫാമിലിയോടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്ന സമയമാണിത്. ആദ്യമായിട്ട് അനുശോചനം രേഖപ്പെടുത്തുന്നത് ഷിക്കാഗോ KCS പ്രസിഡന്റ് ഷിജു ചെറിയത്ത്. സ്നേഹം പറഞ്ഞ കൊച്ചങ്കോ, ചേട്ടായി, ചേച്ചി, സെൻഡി ചേച്ചി, അനീഷ് അനിയോ, മറീന മനിയോ, ജേക്കബ്, എലീന, ഫസ്റ്റ് ഒരു പുരുഷായുസ് മുഴുവൻ ഒരു കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ഭാരങ്ങളേറ്റെടുത്ത് തൻ്റെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിച്ച് നമുക്കെല്ലാം മാതൃകയും ഒരു പ്രചോദനവുമായി തീർന്ന ബഹുമാനപ്പെട്ട അവസര ചുറ്റിലൊക്കെ അല്ലെങ്കിൽ അവസരപ്പത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. I have heard he was widowed in a very young age and shown lots of commitment and care for his family. His commitment and the care has given us lots of encouragement moving forward, an example for us for our life. KCS extend our sincere sorrow to this family. We want to assure you, KCS with you all on your way. KCSന്റെ അനുശോചനം കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഈ സമയത്ത് നേർന്നുകൊണ്ട് ഞാൻ വിടുവാങ്ങി. താങ്ക് യു. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ജോസ് കുറുപ്പംപറമ്പിൽ. ഞാൻ ഹൂസ്റ്റലിലാണ് താമസിക്കുന്നത്. മരിച്ചയാളുടെ പെങ്ങളുടെ മകനാണ്. മരിച്ചയാളുടെ നബിയാണ് ഞാൻ. എൻ്റെ അമ്മാശന്മാരിൽ 4 പേരിൽ മൂത്ത ആളാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വലിയച്ഛൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ പേരിൽ ഞാൻ എപ്പോഴും വിളിക്കുന്നു. വലിച്ചനെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും അമ്മ വീടിന്റെ പശ്ചാത്തലത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ഞാൻ വലിച്ചന്റെ ഒരേ ഒരു ലഭ്യം ആയതുകൊണ്ട് കുട്ടിക്കാലത്ത് വീട്ടിൽ വരുമ്പോൾ വലിച്ചന് എന്നോട് വളരെ വാത്സല്യവും സ്നേഹമായിരുന്നു. അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങോട്ടെങ്കിലും വെളിയിൽ പോകുമ്പോഴൊക്കെ എന്നെ തോളിൽ എടുത്തുകൊണ്ട് പോകും. വൈകുന്നേരങ്ങളിൽ പതിവായി കള്ളുഷാപ്പിൽ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതിനാൽ എവിടെയെങ്കിലും പോകുമ്പോൾ സന്ധ്യാറായെങ്കിൽ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ എന്നെയും അടുത്തുള്ള കള്ളുഷാപ്പിൽ കൊണ്ടുപോകും. എനിക്ക് കപ്പയും ഇറച്ചിയും ഒക്കെ മേടിച്ചു തന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ സ്വന്തം കാര്യം നോക്കാറുണ്ടായിരുന്നുള്ളൂ. ഷാപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറയും, ഷാപ്പിൽ പോയ കാര്യം വീട്ടിൽ ചെന്ന് ആരോടും പറയരുതെന്ന്. പക്ഷെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കാര്യം എല്ലാവരോടും പറയുകയും ചെയ്യും. അമ്മ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ എനിക്ക് കാര്യമായി തന്നെ പോക്കറ്റ് മണി തരുന്ന ഒരു പതിവും ഉണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴും ആ പതിവ് തുടർന്നുകൊണ്ടേയിരുന്നു. വലിസിനെ കുറിച്ച് നാട്ടുകാരൊക്കെ നല്ലത് മാത്രം പറഞ്ഞേ ഞാൻ കേട്ടിട്ടുള്ളൂ. വീട്ടുകാർക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട ഒരു കഠിനാധ്വാനിയായിരുന്നു വലിച്ചൻ. മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും തയ്യാറായിരുന്ന
ഒരു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു വല്യച്ഛൻ. വല്യച്ഛൻ ഇവിടെ ചിക്കാഗോയിൽ എത്തി ആരോഗ്യം മോശമായ ശേഷം പല പ്രാവശ്യം ഞങ്ങൾ കുടുംബസമേതം വന്ന് സന്ദർശിച്ചിരുന്നു. അടുത്ത മാസവും വരുവാൻ ഞങ്ങൾ എയർ ടിക്കറ്റ് എടുത്തിരുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതിനു മുമ്പേ വല്യച്ഛൻ ദൈവത്തിന്റെ അടുത്തേക്ക് യാത്രയായി. ഞങ്ങളിൽ നിന്ന് എന്നേക്കുമായി വേർപിരിഞ്ഞു പോയ വല്യച്ഛ എന്റെയും കുടുംബത്തിന്റെയും അന്തിമോപചാരങ്ങൾ ഇപ്പോൾ ഞാൻ അർപ്പിക്കുന്നു. അതോടൊപ്പം ചിറ്റാലക്കാട് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും കുറുമ്പർകൾ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. Hey everyone, I'm Apachan's second grandson. He was in India most of my life, but he was the only grandparent that I had ever had memories growing up with. Apachan's first day with us was in the early 90s. I was a young ABCD or coconut as you guys might know, and he was very naughty. I didn't understand at the time what naughty was, so I equated him to somebody like Tarzan, and I was amazed. He was incredibly fit and strong for a man his age. Like Tarzan, he had huge hands, huge feet, rarely wore a shirt, and I'm pretty sure he had a six-pack. I was told he could even catch fish with his bare hands. Me, I needed shoes to walk outside, but not Apachan. His feet were made like shoes. He never talked too much to our we never talked as much as we never talked much due to our extreme language barrier, but I always knew he had my back. My fondest memory of him was when I was younger. Was any time I made my mom or dad angry or upset, I remember my go-to move was to run to Apacha and hide under his munda. This is when I realized how much he cared about his children and his grandchildren. His wife passed away when he was 28 or 30 years old. He never remarried, and he raised 2 kids on his own with the help of his family. That is pretty incredible. I can't even imagine how hard that must have been. Apacha's second stay with us was when he really showed me how much of a survivor he really was. He came back from India really weak after defeating cancer for the second time in his life. He was down, but he was not out. My mom, my dad, Apapi, and Sarjani really took the time to nurse him back to health. We even started going to the gym together on a regular basis. After a few months, we took him to the doctor for a regular checkup, and we were marveled at the fact that he didn't have any diabetes, cholesterol, or blood sugar, even though, as Uncle previously said, he lived life very well. If I eat a burrito, I gain 5 pounds. However, he did start experiencing dementia. After the second battle with cancer, every day I saw him, it was like meeting him for the first time. So on the bright side, every morning we woke up with a fresh perspective on life. He woke up with a fresh perspective on life. Never mad at anything or anyone. He saw my wife every morning and always thought she was the Balagarthi or the milk lady. Now being a father myself, I see what grandparents provide through a whole different lens. I wish I could have been even closer with my grandfather. When I see the relationship my son has with my dad, it makes me jealous that I never had the opportunity to grow up with my Apacha due to the distance and our language barrier. However, the way I want to honor him is to make sure my kids have a greater relationship with their grandparents
Apacha than I ever have. Apacha, thank you for teaching us lessons you didn't even know you taught us. You deserve to truly rest in peace and finally reunite with our Apachi. Thank you. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ നമ്മുടെ ചിറ്റാലക്കാട്ടെ AP ഏട്ടന്റെ ഫാമിലിയോടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതിനായി കൂടല്ലൂർ നിവാസികൾ ഇപ്പോൾ പുറകിൽ നിന്ന് പുഷ്പങ്ങളുമായി വന്ന് അനുശോചനം രേഖപ്പെടുത്തുന്നതാണ്. ഞങ്ങളുടെ അപ്പച്ചന്റെ വിയോഗത്തിൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ എത്തിച്ചേർത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ പേര് മരീന. ഞാൻ അപ്പച്ചന്റെ കൊച്ചുമകളാണ്. അപ്പച്ചൻ കടപ്ലാവറ്റം ചിറ്റാലക്കാട്ട് കുടുംബത്തിൽ ജനിച്ചു. ഏപ്പുചേട്ടൻ എന്നാണ് അപ്പച്ചനെ എല്ലാവരും വിളിച്ചിരുന്നത്. ആദ്യമായി തന്നെ എന്റെ അപ്പച്ചനെ ദൈവം അനുവദിച്ചു കൊടുത്ത നല്ല 85 വർഷങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. രണ്ടാമതായി ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറായി ദൈവം അപ്പച്ചനെ ഞങ്ങൾക്ക് നൽകിയതിന് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അപ്പച്ചനെ പോലെ നല്ല വ്യക്തിത്വത്തിനുടമയായ ഒരു മനുഷ്യന്റെ കൊച്ചുമകളായതിൽ അഭിമാനിക്കുന്നു. അപ്പച്ചന്റെ വേർപാട് കുടുംബാംഗങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് എന്നും വേദന നിറഞ്ഞതാണ്. പക്ഷെ മരണം സ്വർഗത്തിൽ നിത്യജീവനിലേക്കുള്ള ഒരു ജനനമാണെന്നുള്ളത് ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. ഓർക്കുവാൻ ഒരുപാട് നല്ല ഓർമ്മകൾ മാത്രം തന്നിട്ടാണ് അപ്പച്ചൻ ഞങ്ങളെ വിട്ടുപോയത്. ഓർമ്മ വെച്ച കാലം മുതൽ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം എല്ലാവരോടും സംസാരിക്കുന്ന ഒരു അപ്പച്ചനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോഴുണ്ടായ വെല്ലുമ്മച്ചിയുടെ മരണം എന്റെ അപ്പച്ചനെ തളർത്തിയില്ല. കഷ്ടപ്പാടുകളുടെയും ജീവിത പ്രാരാബ്ദങ്ങളുടെയും നടുവിൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിട്ട അപ്പച്ചൻ ഞങ്ങൾക്ക് എന്നും ഒരു മാതൃകയാണ്. അപ്പച്ചന്റെ സഹോദരങ്ങളെയെല്ലാം അപ്പച്ചൻ ഒത്തിരി ജീവനായിരുന്നു. കുടുംബത്തിനു വേണ്ടിയാണ് അപ്പച്ചൻ ജീവിച്ചത്. എന്റെ കുട്ടിക്കാലത്ത് കുറച്ചു നാളത്തെ അപ്പച്ചന്റെ അമേരിക്കയിലെ താമസത്തിന് ശേഷം അപ്പച്ചൻ തിരിച്ചു വന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഒരുപാട് മിഠായികളും സമ്മാന പൊതികളും ഒക്കെ അപ്പച്ചൻ കൊണ്ടുവന്നു തന്നു. അപ്പച്ചന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദം കൂട്ടുകാരുടെ കൂടെ മീൻ പിടിക്കാൻ പോകുന്നതായിരുന്നു. എല്ലാ ആഴ്ചയിലും 3 ദിവസമെങ്കിലും അപ്പച്ചൻ മീൻ പിടിക്കാൻ പോകും. എന്നിട്ട് പിറ്റേ ദിവസം വലയെല്ലാം വിരിച്ചു കെട്ടി വല ശരിയാക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓണക്കാലത്തും ഞങ്ങൾക്ക് വേണ്ടി ഊഞ്ഞാൽ കെട്ടിത്തരികയും ചാമ്പങ്ങയും മാങ്ങയും ഒക്കെ പറിച്ചു തരികയും ഓണപ്പൂ ഇടാൻ പൂ പറിച്ചുകൊണ്ട് വരികയും ഒക്കെ ചെയ്യുന്നത് അപ്പച്ചനായിരുന്നു. കുട്ടികളായിരുന്നു ഞങ്ങൾക്ക് അവയെല്ലാം ഇന്നും മധുരിക്കുന്ന ഓർമ്മകളാണ്, ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയാത്ത ഓർമ്മകൾ. ഒരിക്കൽ അപ്പച്ചൻ മീൻ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞങ്ങൾക്കൊരു കേക്ക് മിഠായി മേടിച്ചുകൊണ്ട് വന്നു. എനിക്കത് ഒത്തിരി ഇഷ്ടമായി. നാളെ മേടിച്ചുകൊണ്ട് വരാമെന്ന് ഞാൻ അപ്പച്ചനോട് ചോദിച്ചു. മമ്മി സമ്മതിക്കത്തില്ലായിരുന്നു മിഠായി കഴിക്കാൻ. ആ ദിവസത്തിന് ശേഷം ഞാൻ അമേരിക്കയിലേക്ക് പോരുന്നത് വരെ വർഷങ്ങളോളം ചില ദിവസങ്ങളിൽ മമ്മി കാണാതെ അപ്പച്ചൻ അത് പൊതിഞ്ഞുകൊണ്ട് വന്ന് ഞങ്ങൾക്ക് തരുമായിരുന്നു. അപ്പച്ചന്റെ വരവും നോക്കി ഞങ്ങൾ മമ്മിയും പപ്പയും കാണാതെ എന്നും തെണ്ണയെ കാത്തു നിൽക്കുമായിരുന്നു മിഠായി കഴിച്ചിട്ട് അകത്തേക്ക് കയറാൻ. എന്റെ അപ്പച്ചൻ ഇന്ന് സ്വർഗത്തിലാണ്, അലച്ചിലുകളും വേദനകളും പരിഭവങ്ങളും ഇല്ലാത്ത ഒരു നല്ല ലോകത്തിൽ. ഈ ലോകത്തിൽ നമ്മൾ പലപ്പോഴും കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളിൽ ദൈവത്തെ തള്ളി പറയുന്നവരാണ്. 2 തവണ ക്യാൻസർ ബാധിതനായിട്ടും റേഡിയേഷനിൽ കൂടിയും മറ്റു ട്രീറ്റ്മെന്റുകളിൽ കൂടിയും കടന്നുപോയപ്പോഴും അപ്പച്ചൻ ഒരിക്കലും ദൈവത്തെ പഴിചാരിയില്ല. അവസാന കാലങ്ങളിൽ എല്ലാവരെയും മറന്നുപോയപ്പോഴും വീട്ടുപേരും ജനിച്ച സ്ഥലവും ചെറുപ്പത്തിൽ പഠിച്ച പ്രാർത്ഥനകളും മാത്രം അപ്പച്ചൻ മറന്നുപോയില്ല. അപ്പച്ചൻ എന്നും സന്തോഷവാനായിരുന്നു. നമ്മുടെ ആരുടെയും കരയുന്ന മുഖം കാണുവാൻ അപ്പച്ചൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സന്തോഷത്തോടെ തന്നെ നമുക്ക് അപ്പച്ചനെ സ്വർഗത്തിലേക്ക് യാത്രയാക്കാം. അപ്പച്ചന്റെ അവസാന നിമിഷങ്ങളിൽ കൂദാശകളെല്ലാം സ്വീകരിച്ച് മക്കളോടും കൊച്ചുമക്കളോടും ചേർന്ന് സന്തോഷത്തോടെ ഒരുങ്ങിപ്പോകുവാൻ അപ്പച്ചന് സാധിച്ചത് വലിയൊരു ദൈവിക ഇടപെടലായി ഞങ്ങൾ കരുതുന്നു. വിശുദ്ധ പത്രോസ് ശ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മിൽ ആരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല.
നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. ഇനി നിത്യതയിൽ കർത്താവിനോടൊപ്പം അപ്പച്ചനെ കണ്ടുമുട്ടുന്നതുവരെ സ്നേഹത്തോടെ അപ്പച്ചനെ ഞങ്ങൾ യാത്രയാക്കുന്നു. We love you, അപ്പച്ച എന്ന സ്നേഹത്തോടെ കൊച്ചുമോൻ. ഹലോ എവരിബഡി. ഞങ്ങളുടെ അടിയൻ ചാലക്കാട്ട് ഏപ്പർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയുണ്ടായി. ആ കുടുംബം നയിക്കുകയും ചെയ്തു. എനിക്ക് ഓർമ്മയുള്ളപ്പോൾ രാവിലെ എഴുന്നേറ്റ് 100-120 റബ്ബർ മരങ്ങൾ പറ്റും. അത് സ്വന്തമായ റബ്ബർ മരമല്ല. അത് കഴിഞ്ഞ് 10-12 കോടി വീട്ടിൽ എത്തിയതിനു ശേഷം വീട്ടിലെ കൃഷികളും കാര്യങ്ങളും വന്ന എല്ലാ കുടവും ചെയ്യും. വളരെ ഒരു ഹാർഡ് വർക്കിംഗ് ഗൈ ആയിരുന്നു. ഒരിക്കൽ പോലും അടിയൻ ഒരാളുടെ വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു തെറ്റായ വാക്കുകൾ പുള്ളിയുടെ വായിൽ നിന്ന് വരികയോ ചെയ്യുന്ന ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എപ്പോഴും ആരോടും വളരെ സൗമ്യമായ രീതിയിൽ സംസാരിക്കും. ആരെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു വെച്ചാൽ വേണ്ടാന്നൊരു വാക്ക് പറയുകയില്ല. കൊടുത്തതിൽ സന്തോഷം, കൊടുത്തില്ലേതും സന്തോഷം. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു എൻ്റെ അടിയൻ്റെ. 24ാമത്തെ വയസ്സിൽ എൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ചു. 8-9 കൊല്ലത്തെ കുടുംബജീവിതം മാത്രം. എൻ്റെ അമ്മയ്ക്കും ഞങ്ങൾ 3 അളിയന്മാർക്കും അളിയൻ ഒരു പൊന്നായിരുന്നു. പെങ്ങൾ മരിച്ചിട്ട് 56 വർഷമായി. അളിയൻ മറ്റൊരു വിവാഹത്തെ പരീക്ഷിച്ചിട്ട് പോലും ഇല്ല. തൻ്റെ 2 ആൺമക്കളെയും തൻ്റെ മറ്റു കുടുംബാംഗങ്ങളെയും കാര്യമായി ശ്രദ്ധിച്ച് ജീവിച്ചു. 30 വർഷങ്ങൾക്ക് മുമ്പ് അളിയൻ അമേരിക്കയിൽ വന്നപ്പോൾ ഞങ്ങൾ എന്നാലും നല്ല ആരോഗ്യമുള്ള സമയമായിരുന്നു. വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ കഴിഞ്ഞതാണ്. ഈ അളിയനെ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി സൗഖ്യമായി സ്വർഗത്തിൽ സ്ഥാപിക്കട്ടെ എന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട തോമസ്, ബഹുമാനപ്പെട്ട ബെൻസിജ, ബഹുമാനപ്പെട്ട സരീജ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനായിട്ട് ചേർന്നിരിക്കുന്ന എല്ലാ മൂത്താദികളെയും സുഹൃത്തുക്കളെയും, എൻ്റെ പേര് മനീഷ് ചാലക്കാട്ട്. ഞാൻ അപ്പച്ചൻ്റെ കൊച്ചുമോനാണ്. അപ്പച്ചനെ കുറിച്ച് പറയാനാണെങ്കിൽ അപ്പച്ചൻ കൂടുതലും വിളവാങ്ങുമാണ്. ഞങ്ങൾ താമസിച്ചിരുന്നത് കടപ്പാവറ്റം വെല്ലുവിരുത് എന്ന് പറഞ്ഞ ഭാഗത്താണ്. ഇതിന് 4 സഹോദരന്മാരും ഒരു സഹോദരിയുമാണുള്ളത്. ജ്യേഷ്ഠ സഹോദരൻ ഒരാളെന്ന നിലയ്ക്ക് എല്ലാവരുടെയും കാര്യങ്ങളിൽ അപ്പച്ചൻ ശ്രദ്ധാലുവായിരുന്നു. ഇവർക്ക് എന്താവശ്യങ്ങൾക്കും അവരുടെ അടുത്തെത്തി ഓടിയെത്തുവാനും എന്ത് സഹായങ്ങളും ചെയ്തു കൊടുക്കുവാനും അപ്പച്ചൻ ഒരിക്കലും ഒരു മടിയും കാണിച്ചിട്ടില്ല. അപ്പച്ചൻ്റെ സഹോദരന്മാരിൽ ഒരാൾ മരിച്ചു പോവുകയും ബാക്കി 3 സഹോദരന്മാരും ഇപ്പോൾ നാട്ടിൽ തന്നെയുണ്ട്. ഒരു സഹോദരി പോസ്റ്റുണ്ട്. അപ്പച്ചന് 2 മക്കളാണുള്ളത്. മൂത്തത് ചാക്കോയും രണ്ടാമത്തത് വാച്ചനും.
ഞങ്ങളുടെ വല്യമ്മച്ചി ചെറിയ പ്രായം തന്നെ മരിച്ചു പോവുകയും പിന്നീട് എല്ലാവരും അപ്പച്ചനെ വേറൊരു കല്യാണത്തിന് നിർബന്ധിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പോലും അപ്പച്ചൻ അതിനൊരിക്കലും സമ്മതിച്ചിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അമ്മച്ചിയോടുള്ള അതിയായ സ്നേഹമായിരുന്നു അതിന്റെ കാരണം. അമ്മയില്ലാത്തതിന്റെ ദുഃഖം ഒരിക്കലും അവരെ അറിയിക്കാതെയാണ് അപ്പച്ചൻ അവർ രണ്ടുപേരെയും വളർത്തിയത്. ഇവർക്ക് രണ്ടുപേർക്കും അപ്പനും അമ്മയുമായിരുന്നു. അപ്പനെന്ന നിലയ്ക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ അപ്പച്ചന് സാധിച്ചിരുന്നു. ദൈവവിശ്വാസത്തിലും നീതിപൂർണമായ ഒരു ജീവിതത്തിലും കഠിനാധ്വാനത്തിലും വരെ വളരാൻ അപ്പച്ചൻ പരിശീലിപ്പിച്ചിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് അപ്പച്ചൻ യാത്രയായത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അപ്പച്ചൻ എന്നെ നേഴ്സറി സ്കൂൾ കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാൻ കാത്തു നിൽക്കുന്നതും എനിക്ക് ആദ്യമായി സൈക്കിൾ മേടിച്ചു തരികയും പിന്നെ അത് ഓടിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നതും മീൻ പിടിക്കാൻ കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഊരുള്ള മീനെ എന്നെ കാണിക്കാൻ വെള്ളത്തിൽ ഇട്ടുകൊണ്ടുവരുന്നതും എല്ലാം ഞാൻ ഇന്നലെ പോലെ ഓർക്കുന്നു. അപ്പച്ചന്റെ സൗമ്യമായ പെരുമാറ്റശീലവും പുഞ്ചിരിയോടെയുള്ള ഇടപെടലും മറ്റുള്ളവർക്ക് നല്ലത് മാത്രം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സും കഠിനാധ്വാനവും എന്നും എല്ലാവർക്കും ഒരു പ്രചോദനമായിരുന്നു. കഠിനാധ്വാനത്തിന്റെ കാര്യം പറയുമ്പോൾ എന്റെ പപ്പ എന്നോട് പണ്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. അപ്പച്ചന്റെ കല്യാണത്തിനൊക്കെ മുമ്പ് ചുട്ടുപൊള്ളുന്ന വെയിലിൽ പോലും തളരാതെ അധ്വാനിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് എന്റെ മൂത്തമ്മച്ചി, അതായത് പിണക്കിയിലെ ചാച്ചിയമ്മ അല്ലെങ്കിൽ എന്റെ വല്യമ്മച്ചിയുടെ അമ്മ, ഈ വ്യക്തി ആരാണെന്ന് അന്വേഷിക്കുകയും പിന്നീട് സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. കഠിനാധ്വാനത്തിനും പ്രയത്നവും ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. രോഗാവസ്ഥയിലാകുന്നതിന് തൊട്ട് മുമ്പ് വരെ സ്വന്തം പ്രായം പോലും കണക്കിലെടുക്കാതെ അപ്പച്ചൻ എപ്പോഴും എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പച്ചൻ നല്ലൊരു മകനായിരുന്നു, നല്ലൊരു സഹോദരനായിരുന്നു, നല്ലൊരു ഭർത്താവായിരുന്നു, നല്ലൊരു അപ്പനായിരുന്നു, ഞങ്ങൾക്ക് നല്ലൊരു അപ്പച്ചനായിരുന്നു. നാട്ടുകാർക്ക് അവരുടെ എല്ലാം പ്രിയപ്പെട്ട ഏപ്പച്ചൻ അല്ലെങ്കിൽ ഏപ്പിയേട്ടനായിരുന്നു. ജീവിതത്തിന്റെ എല്ലാ ഓളുകളും വളരെ മനോഹരമായി പൂർത്തീകരിക്കാൻ എന്റെ അപ്പച്ചൻ സാധിച്ചു. അപ്പച്ചൻ നല്ല ജീവിതത്തിനുള്ള പ്രതിഫലമാണ് ഞങ്ങളുടെ കുടുംബത്തിന് ഇന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും. അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പച്ചൻ മരിക്കുന്ന അവസാന നിമിഷങ്ങളിൽ മക്കൾക്കും ഞങ്ങൾ കൊച്ചുമക്കൾക്കും അപ്പച്ചന്റെ കൂടെ ആയിരിക്കുവാനും കരുണക്കൊന്ന് ചൊല്ലി പ്രാർത്ഥനയോടെ അപ്പച്ചനെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാനും സാധിച്ചത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ച നിത്യതയിൽ ഇനി കണ്ടുമുട്ടുന്നതുവരെ അപ്പച്ചന്റെ നല്ല ജീവിത മാതൃക ഓർത്ത് ജീവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ അപ്പച്ചന്റെ കൊച്ചുമോൻ. നന്ദി. ഇപ്പോൾ ചിറ്റാലക്കാട് ഔസേപ്പിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താനായിട്ട് ഷിക്കാഗോ KCCന്റെ സീനിയർ സിറ്റിസൺ ഫോറം അംഗങ്ങൾ പുറകിൽ നിന്ന് 2 ലൈനായി വന്ന് പുഷ്പങ്ങൾ അർപ്പിച്ച് അനുശോചനം രേഖപ്പെടുത്തുകയാണ്.